ചാനൽ നെഹാസ് വ്ലോഗ്സ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അറിയോ? ഞങ്ങളുടെ റൂംസ് എങ്ങനെയൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാണിച്ചു തരാനാണ്. അപ്പോൾ നമ്മൾ റൂംസ് നമുക്ക് എങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ വീഡിയോ കാണാം, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും, അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് അതിനായിരിക്കും. നിങ്ങൾ മിസ് ചെയ്യാണ്ട് എല്ലാ വീഡിയോസും വേണ്ടി കാണാൻ വേണ്ടി. ഓക്കെ, നമുക്ക് വീഡിയോ എടുക്കുമോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെടി കാണിച്ചു തരാം. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പ്ലാന്റ്. നല്ലൊരു നമ്മുടെ റൂമിൽ വന്നിട്ട് അട്രാക്റ്റീവ് ആയിട്ട് തോന്നും ഈ ഒരു പ്ലാന്റ് നമ്മൾ റൂമിൽ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട്. ഇതിങ്ങനെ വിൻഡോമ ഇങ്ങനെ തൂക്കിയിടുന്ന അങ്ങനത്തെ ഒരു പോട്ടാണ്. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഈ ഒരു പ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ വെച്ചാൽ തന്നെ വേര് വരും കേട്ടോ. അതുപോലത്തെ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതുപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഇത് കുപ്പിയിൽ വെച്ചിട്ടുള്ളതാണ്. ടോഡി പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ കുറച്ച് ചെടിയാണ്. ഇത് ടേർട്ടിൽ വൈൻ പോലത്തെ ചെടിയാണ്. അതുപോലെ തന്നെ പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. പോട്ടിൽ ഇതുപോലെ ഒരു വാഴയുടെ പോലെ ബോട്ടിൽ വെച്ചിട്ടുള്ളതാണ് ഈ പ്ലാന്റ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റൂംസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് അതുപോലെ തന്നെ ഈ ഒരു സെയിം പ്ലാന്റ് തന്നെ കേട്ടോ. ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചതാണ് പോട്ടിൽ. പിന്നെ നെയിംസ് അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇത് പിന്നെ മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഹാങ് ചെയ്ത് വെച്ചതാണ്. ഇത് എന്താ പറയുക, കാച്ചസ് പോലുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റഡി ടേബിളിലാണ് അത് വെച്ചിരുന്നതിൻ്റെ പ്ലേസ് ഇതാണ്. അപ്പോൾ ഇതും നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി ടാബിളിനൊക്കെ വെച്ചിട്ട് നമുക്ക് വീട് റൂംസൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ റൂം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഹാങ് ചെയ്ത് വെച്ച് ഇതൊക്കെ ഹാങ്ങിങ് പോട്ടിൽ ഹാങ് ചെയ്ത് വെച്ചാട്ടോ. പിന്നെ ഇതൊക്കെ ബിയർ ബോട്ടിലാണ്. ബിയർ ബോട്ടിൽ വെച്ചിട്ട് അതിൽ മണി പ്ലാന്റ്സും അതുപോലെ ഓലയുടെ പോലെയുള്ള ഒരു പ്ലാന്റ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇത് അലോവേരൻ്റെ പ്ലാന്റ് ആണ്. ഇത് എല്ലാവർക്കും അറിഞ്ഞൊരു പ്ലാന്റ് ആണല്ലോ അലോവേര. ഇത് നമുക്ക് എന്താ പറയുക, വീട്ടിൽ ഇൻഡോർ ആയിട്ട് വേണ്ടി വെക്കാം. അതുപോലത്തെ ഒരു പ്ലാന്റ് ആട്ടോ അലോവേര. ഇത് കാച്ചസിൻ്റെ പ്ലാന്റ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇവിടെ വെച്ചിട്ടുള്ള ആ ഒരു പ്ലാന്റ് തന്നെ കേട്ടോ. ആ പ്ലാന്റ് തന്നെ ആണ് ഇതിൽ നിന്ന് എടുത്തിട്ട് അതിൽ വെച്ചതാണ്. അങ്ങനെ ഉണ്ടാവുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ. കാണിക്കുന്നത് പ്ലാന്റ് ആണ്. ഇത് മണി പ്ലാന്റ് ആണ്. ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേര് വന്നിട്ടുണ്ട്, കണ്ടോ? വേര് വന്നിട്ട് നമ്മളങ്ങനെ എന്നിട്ട് ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് പോട്ടിലാക്കിയിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇത് വെള്ളത്തിൽ വെച്ചതാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനത്തെ വല്ല പോട്ട്സ്, അതായത് ഇത് ജഗ്ഗാണ് കേട്ടോ. ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് അതിൽ വെച്ചതാണ് ഈ മണി പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്താലും നല്ലതായിരിക്കും. ഇതും അതുപോലെ ഒരു പ്ലാന്റ് ആണ്. ഇത് ഓലയാണ്. ഇത് ന്യൂട്ടലയുടെ ബോട്ടിലായിരുന്നു. അപ്പോൾ ന്യൂട്ടലയുടെ ബോട്ടിൽ നിന്ന് അത് കഴിഞ്ഞ ശേഷം അതിൽ വെള്ളം നിറച്ചിട്ട് വെച്ചതാണ്. ഇത് അതുപോലെ വേര് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പാണ്. ടോപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്താലും നിൽക്കും. ഇത് പിന്നെ വയലറ്റ് കളറുള്ള ഒരു ഇതാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. ഇത് കാണാതെ മനസ്സിലാവും. ഇതിൽ ഗ്രീൻ അതുപോലെ വയലറ്റ് വൈറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് വന്നിട്ടാണിത് ചെയ്തതല്ല അവർ അങ്ങനത്തെ ഒരു പ്ലാന്റുമാണ്. പിന്നെ ഈ പോട്ട്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പോട്ട്സ് നമുക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വേണ്ടി വെക്കാം. അതായത് ഇത് ഒരു കയറിൽ ചുറ്റിയിട്ട് അങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ കുറേ പോട്ട്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പോട്ട്സ് ഒരു ദിവസം ഞാൻ ആ ഒരു വീഡിയോ ഇടാം കേട്ടോ, പോട്ട്സിൽ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഇത് കഞ്ഞിക്കൂർക്കൻ്റെ ഇലയാണ്. ഇത് നമുക്ക് പല്ലുവേദന ഇതിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ഞങ്ങൾ പല്ലുവേദനയൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇതിമ്മന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, 2 ഇല അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് ഇപ്പോൾ കുഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് പൂവൊന്നും വരാനായിട്ടില്ല, ഒരു തരത്തിലുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ ഇതിന് ട്രിക്ക് ഉണ്ട്. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ, അതായത്
നമ്മളിതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ വെള്ളം ചേർക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ പാലിട്ടിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ മുകളിൽ അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ഉണ്ടാവും പാലിട, പച്ചപ്പാൽ പുല്ല് പോലെയുള്ളത്, വെള്ളം നനഞ്ഞിട്ടുള്ള അതിട്ടാൽ നന്നായിരിക്കും. അങ്ങനെ വന്നിട്ടുള്ളതാണ്. 2 ദിവസമായിട്ടുള്ള അപ്പോൾ അതിലത് ഈ ഒരു രീതിയിൽ വളർന്നുകൊണ്ട് പാലുണ്ട് അതിൽ. അപ്പോൾ പാലിൽ അങ്ങനെ ചെയ്തിട്ട് എല്ലാ പോട്ട്സിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് വളം ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ശരിയാണെന്ന് കമൻറ്റ് ഇടണം. നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലാന്റ് ആണ്. ഇതിങ്ങനെ പൂവ് ഇതാവണ പോലെയുള്ള നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കൂടെ അടുത്തത്. അപ്പോൾ ഇത് ടെർട്ടിൽ വൈൻ എന്നൊരു പ്ലാന്റും കൂടിയാണ്. കണ്ടോ, ഇതിലും അതുപോലെ തന്നെ പായലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ടർട്ടിൽ വൈൻ ആണ്. ഈ ടർട്ടിൽ വൈൻ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് വീട്ടിൽ എന്താ പറയുക, വീടിൻ്റെ പുറത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിങ്ങനെ മുടി പോലെ പടർന്നു വരുന്ന ഒരു തരം പ്ലാന്റും കൂടിയാട്ടോ. ഇത് പല വീട്ടിലും കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ നെല്ലിക്കുത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പ് ഒരു പ്ലാന്റ് കൂടി കാണില്ല. പ്ലാന്റിൽ ഒരു ഫ്ലവർ ബേസ് ആണ്. അതിൽ ഞങ്ങൾ ക്യാൻഡിൽ ഫ്ലവർ. എന്താ വെച്ചാൽ ഇത് ക്യാൻഡിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ അപ്പോൾ അത് നന്നായിട്ട് വരും. അതുപോലത്തെ പ്ലാന്റ് ആണ് ഇത്. നമുക്ക് റൂംസിലൊക്കെ ഈർക്കിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാനുണ്ട്. ഇത് അതുപോലെയൊക്കെ ചെയ്യാം. ഇത് നമ്മുടെ ഈ പ്ലാവിൻ്റെ കമ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തതാണ്. പ്ലാവിൻ്റെ കമ്പിൽ കൈ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് പിടിച്ച് അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ചെയ്യാം. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് ആയിട്ടായിരിക്കും. മിസ് ചെയ്യേണ്ട എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഭയങ്കര ഇതെൻ്റെ സിസ്റ്റർ ആട്ടോ, അത് ഞങ്ങൾ പറയാൻ പറഞ്ഞത് എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് വായിക്കാനുള്ള കൊതികൊണ്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഞങ്ങൾ പോട്ട്സ് ആയിട്ട് വന്നപ്പോൾ പോട്ട്സ് നമുക്ക് എങ്ങനെ ചെടി ഹാങ് ചെയ്ത് വെക്കാം, ഞങ്ങൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ മറക്കണ്ട. ബൈ.